ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു, ഡസ്, ഡോണ്ട്, ഡസന്റ് ആണ്. അപ്പൊ ഞാൻ എപ്പോൾ ലൈവ് പോയാലും എല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്, മിസ് ഈ ഡൂവും ഡസിന്റെ യൂസേജ് എന്താ, ഡസന്റും ഡോണ്ടും ഒക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാവർക്കും ഡൗട്ട് ഉള്ളൊരു ഭാഗമാണിത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡൂവും ഡസും ഡസന്റും ഡോണ്ടും പഠിക്കും. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിഡും ഡിഡന്റും പഠിക്കും. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾ മുഴുവനും കണ്ടു നോക്കുക, എന്റെ നാളത്തെ ക്ലാസ്സും കാണുക, എങ്കിലേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കണം, എങ്കിൽ മാത്രമേ പിന്നീട് ഡൗട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡൂവും ഡസും വെച്ച് തുടങ്ങാം. സോ ഡൂവും ഡസും നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ഈ ഡൂവും ഡസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ വെറുതെ സെന്റൻസിൽ കൊണ്ടുവന്ന് ഡൂവും ഡസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നതിന് ഐ ഡു കുക്ക് എന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഐ കുക്ക് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്തിനാണ് ഡു യൂസ് ചെയ്യുന്നത്, ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. അതായത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതിന്റെ ചോദ്യം എന്താ, നീ ഭക്ഷണം ഉണ്ടാക്കാറുണ്ടോ, നീ ഒരു കാര്യം ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഇന്ന കാര്യം ഇഷ്ടമാണോ എന്നൊക്കെ നമ്മൾ ഒരാളുടെ അടുത്ത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഡൂവും അതുപോലെ തന്നെയുള്ള ഒരു വാക്കാണ് ഡസും. സോ അങ്ങനെയാണെങ്കിൽ ഈ ഡൂവും ഡസും നമുക്ക് ഇവിടെ എഴുതാം, ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് കേട്ടോ. ഇത് മാത്രമല്ല, നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിനക്ക് ഇന്ന് ക്ലാസ് ഉണ്ടോ, അല്ലെങ്കിൽ നീ പഠിക്കുന്നുണ്ടോ, അങ്ങനത്തെ രീതിയിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും ഡൂവും ഡസും ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതേപോലെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനാണ്. നീ പഠിക്കാറുണ്ടോ, നീ ഫുട്ബോൾ കളിക്കാറുണ്ടോ, നീ പുകവലിക്കാറുണ്ടോ, അല്ലെങ്കിൽ നീ പാടാറുണ്ടോ, അങ്ങനെ നീ നടക്കാൻ പോകാറുണ്ടോ, എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡൂവും ഡസും നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിന്റെ ഉപയോഗം ഒരുപോലെ ആണെങ്കിൽ എന്താണ് വ്യത്യാസം? ഓക്കെ, നമ്മൾ ഡു ഉപയോഗിക്കുന്നത് ഏതൊക്കെ വാക്കുകളുടെ കൂടെ, അല്ലെങ്കിൽ ആരെ പറ്റിയിട്ട് പറയുമ്പോഴാണ്, ആരെ പറ്റി ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡു യൂസ് ചെയ്യുന്നത്? ഒന്ന്, ഐയുടെ കൂടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത് ചോദ്യം ചോദിക്കുമ്പോഴും, അല്ലെങ്കിൽ എന്തും കേസും ആയിക്കോട്ടെ, ഡു ആയാലും ഡോണ്ട് ആയാലും. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം, ഡു ആയാലും ഡോണ്ട് ആയാലും ഐ, യു, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴും, ഒന്നിൽ കൂടുതൽ ആളുകളോട് ചോദ്യം ചോദിക്കുമ്പോഴും നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡു നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ഐ, യു, അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ. ഇനി നമ്മൾ എവിടെയാണ് ഡസ് യൂസ് ചെയ്യുന്നത്? സോ ഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരാളുടെ കാര്യം പറയുമ്പോഴാണ്. അതായത് അവൻ, അവൾ, അല്ലെങ്കിൽ ഒരാളുടെ പേര്, രേവതി, രാഹുൽ, അതല്ലെങ്കിൽ ടീച്ചർ, ഫാദർ, മദർ, അങ്ങനെ ഓരോരുത്തരുടെ കാര്യം പറയുമ്പോഴാണ്. ഡുവോ നമ്മൾ ഐ, യു, വി, ദേ, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, പേരൻസ്, സ്റ്റുഡൻസ്, മൈ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ, ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസ് പറയുമ്പോഴാണ് നമ്മൾ ഡു യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ച് സെന്റൻസ് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ, നിനക്ക് കാപ്പി ഇഷ്ടമാണോ? നമ്മൾ പൊതുവേ ഉള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്, ഒരാളുടെ ഇഷ്ടത്തിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ ആരോടാണ് ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആരെ പറ്റിയിട്ടാണ് ചോദ്യം. നിനക്ക് കാപ്പി ഇഷ്ടമാണോ, ആരെ പറ്റിയിട്ടാണ് ചോദ്യം? നിന്നോടാണ് ചോദ്യം, നിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. സോ നീ എന്ന് പറയുമ്പോൾ യു എന്നുള്ള വാക്ക്, അതായത് നിന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്, ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ഓർക്കുക, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഐ, യു, അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയാണ് ചോദ്യമെങ്കിൽ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡു, ആരോടാണ് ചോദ്യം? നിന്നോട്. സോ ഡു യു. സോ നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ വേർഡ് ആണ് ഫസ്റ്റ് വരേണ്ടത്. നമ്മൾ മലയാളത്തിലെ ചോദ്യം നോക്കിക്കേ, നിനക്ക് കാപ്പി ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എങ്ങനെയാ വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ? മലയാളത്തിൽ നിന്ന് എക്സാക്ട്ലി ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ യു കോഫി ലൈക്ക്, അല്ലേ? അങ്ങനെയാണ് വരേണ്ടത്, അങ്ങനെയല്ലേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, നമ്മൾ ഡു വെച്ചിട്ടാണ്, ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ് ചോദ്യം തുടങ്ങേണ്ടത്. ഡു, അത് കഴിഞ്ഞിട്ട് ആരോടാണ് ചോദ്യം? ഡു യു. ഇഷ്ടമാണോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ഡു യു ലൈക്ക് എന്നാ ചോദിക്കുന്നത്. ഒരു കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിക്കാനായിട്ട് ലൈക്ക് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡു യു ലൈക്ക് കോഫി? സോ ഡു യു ലൈക്ക് കോഫി? നിനക്ക് കോഫി ഇഷ്ടമാണോ? ഇനി അവൻ പുകവലിക്കാറുണ്ടോ? അവൻ പുകവലിക്കാറുണ്ടോ? സോ ആരെ പറ്റിയിട്ടാണ് ചോദ്യം?
അവനെ പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഡു ആണോ ഡസ് ആണോ യൂസ് ചെയ്യേണ്ടത്? അവൻ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളു അല്ലെ, അപ്പോ ഡസ് ആണ് വരേണ്ടത്. ഒന്നിൽ കൂടുതലായിരുന്നെങ്കിൽ നമ്മൾ ഡു യൂസ് ചെയ്തേനെ. സോ ഡസ്. ഇനി അവനെ പറ്റിയിട്ടല്ലേ ചോദ്യം, അപ്പൊ ഡസ് ഹി. ആരെ പറ്റിയിട്ടാണോ ചോദ്യം അതാണ് രണ്ടാമത് വരേണ്ടത്. സോ ഡസ് ഹി പുകവലിക്കാറുണ്ടോ? പുകവലിക്കുക എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? സ്മോക്ക് എന്നാണ് പറയാ. പുകയ്ക്കും സ്മോക്ക് എന്നാണ് പറയുക, പുകവലിക്കുക എന്നുള്ളതിനും നമ്മൾ സ്മോക്ക് എന്നാണ് പറയാ. സോ ഡസ് ഹി സ്മോക്ക്, അവൻ പുകവലിക്കാറുണ്ടോ? ഇനി അവർ യാത്ര ചെയ്യാറുണ്ടോ? അവർ യാത്ര ചെയ്യാറുണ്ടോ? അപ്പൊ ആരെ പറ്റിയിട്ടാണ് ചോദ്യം? അവരെ പറ്റിയിട്ടാണ് ചോദ്യം. ഒരാളാണോ? അല്ല, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. സോ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ ഡു ആണോ ഡസ് ആണോ യൂസ് ചെയ്യേണ്ടത്? ഡു ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. സോ ഡു. അവരെന്ന് പറയുമ്പോൾ ദേ, ഡു ദേ. യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? ട്രാവൽ എന്നാണ് പറയാ അല്ലെ. സോ ഡു ദേ ട്രാവൽ. അവർ യാത്ര ചെയ്യാറുണ്ടോ? ഡു ദേ ട്രാവൽ. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് നെഗറ്റീവായിട്ട്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് കാപ്പി ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമാണ് എന്നാണ് പറയുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് അല്ലെ. ഇഷ്ടമല്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള മറുപടിയാണ്. അപ്പൊ അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള മറുപടി ഈ ചോദ്യങ്ങൾക്ക് തരുമ്പോഴാണ് നമ്മൾ ഡോണ്ടും ഡസന്റും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാറില്ല, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ചെയ്യാറുണ്ടോ എന്ന് പറയാനും അതുപോലെ ഒരു കാര്യം ചെയ്യാറില്ല അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോണ്ടും ഡസന്റും യൂസ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് കാപ്പി ഇഷ്ടമല്ല, ഒരാളോട് ചോദിക്കുകയാണ് നിനക്ക് കാപ്പി ഇഷ്ടമാണോ എന്ന്. അപ്പം നമ്മൾ പറയാണ് എനിക്ക് കാപ്പി ഇഷ്ടമല്ല. അതെങ്ങനെ പറയും? എനിക്ക് കാപ്പി ഇഷ്ടമല്ല എന്നാ പറയുന്നത്. അപ്പം എനിക്കെന്ന് പറയുമ്പോൾ ഐ. ഇനി ഇഷ്ടമല്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? നമ്മൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഡോണ്ടോ ഡസന്റോ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഡോണ്ട് ആണ് വരുന്നത്. ഐയുടെ കൂടെ എപ്പോഴും ഡൂവേ വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഐ ഡോണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലീകരിച്ച് എഴുതണമെങ്കിൽ ഐ ഡു നോട്ട് എന്ന് പറയാം. സോ ഐ ഡോണ്ട്, ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഡോണ്ട് ലൈക്ക്. സോ ഐ ഡോണ്ട് ലൈക്ക് കോഫി, എനിക്ക് കോഫി ഇഷ്ടമല്ല. ഇനി ഇതേ തന്നെ അവന് കോഫി ഇഷ്ടമല്ല എന്നാണെങ്കിലോ, അപ്പൊ എങ്ങനെ വന്നേനെ? നമുക്കപ്പം അവന് എന്നായതുകൊണ്ട് ഏത് വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുക? ഇഷ്ടമല്ല എന്ന് പറയാനായിട്ട് ഏത് വാക്കാണ് യൂസ് ചെയ്യുക? ഡസന്റ് യൂസ് ചെയ്യും അല്ലെ. കാരണം എന്താ? ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, അവൻ പുകവലിക്കാറില്ല. അവൻ പുകവലിക്കാറില്ല. അപ്പൊ അവൻ ഹി, അവൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യണ്ടേ? ഡോണ്ട് ആണോ ഡസന്റ് ആണോ യൂസ് ചെയ്യേണ്ടത്? ഡസന്റ് ആണ്. കാരണം ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഹി ഡസന്റ് പുകവലിക്കാറില്ല, സ്മോക്ക്. പുകവലിക്കാറില്ല, ഡസന്റ് സ്മോക്ക്. സോ അവൻ പുകവലിക്കാറില്ല, ഹി ഡസന്റ് സ്മോക്ക്. ഇനി അവർ യാത്ര ചെയ്യാറില്ല. അവരെന്ന് പറയുമ്പോൾ ദേ. അപ്പൊ അവർ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളാണ്. ഡോണ്ട് ആണോ വരണ്ടേ അതോ ഡസന്റ് ആണോ വരേണ്ടത്? ഡോണ്ട് ആണ് അല്ലെ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. സോ ദേ ഡോണ്ട് യാത്ര ചെയ്യാറില്ല. ദേ ഡോണ്ട് ട്രാവൽ. ഓക്കെ, അപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടില്ലേ? നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്താൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറയാം, നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ നമ്മൾ ഡു ആയാലും ഡസ് ആയാലും യൂസ് ചെയ്യുന്നത് പൊതുവെ ചോദ്യങ്ങൾ ചോദിക്കാനും നെഗറ്റീവ് ആയിട്ടുള്ള മറുപടികൾ പറയാനുമാണ്. എന്തിനെ പറ്റിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഒരു കാര്യം ചെയ്യാറുണ്ടോ? എല്ലായിടത്തും എല്ലാ ചോദ്യത്തിൻ്റെയും കൂടെ ഡൂം ഡസ് യൂസ് ചെയ്യാനൊന്നല്ല. ഒരു കാര്യം ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യം ഇഷ്ടമാണോ എന്ന് പൊതുവെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൂവും ഡസും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐ യു, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് മിക്കവർക്കും തെറ്റിപ്പോകുന്ന. ഐ യു അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസസ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ഡു യൂസ് ചെയ്യും. അതല്ല, ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവൻ, അവൾ, അതുപോലെ തന്നെ ഒരാളുടെ പേര് ഒക്കെയാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, ഡിറക്റ്റ് ആയിട്ട് ഒരാളുടെ പേരൊക്കെ പറഞ്ഞാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഡസ് യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാറില്ല അല്ലെങ്കിൽ ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറയാനും ഡോണ്ടും ഡസന്റും ആണ് യൂസ് ചെയ്യുന്നത്. ഐ യു അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കൂടെ ഡോണ്ട്. ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഡസന്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പാടൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത്
നീ അവനെ വിളിക്കാറുണ്ടോ? അതേപോലെ ഞാൻ അവനെ വിളിക്കാറില്ല. ഇതൊരു ചോദ്യവും ഉത്തരവുമാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കോമെന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും മറുപടി തരും. തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ഹോംവർക്ക് എന്തായാലും കോമെന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ടീച്ചറിന്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ഇംഗ്ലീഷ് മിത്രയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡെമോ ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്ത് നോക്കി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.